സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. മുണ്ടക ഉപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ രണ്ടാം ഖണ്ഡത്തിലെ ആദ്യത്തെ മന്ത്രം. തദേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യം സ്ഥാനി ത്രേതായാം ബഹുധാ സന്തതാനി താന്യാചരഥ നിയതം സത്യകാമാ യേഷ വഃ പന്ഥാ സുഹൃതസ്യ ലോകേ. കവയ, കവികൾ, വസിഷ്ഠൻ മുതലായ ബുദ്ധിമാന്മാർ എന്നുകൂടെ അർത്ഥം പറയുന്നുണ്ട്. മന്ത്രേഷു, മന്ത്രങ്ങളിൽ, ഋഗ്വേദം, യജുർവേദം മുതലായ വേദങ്ങളിലെ ആ പേരോടുകൂടിയ വേദങ്ങളിലെ മന്ത്രങ്ങളിൽ യാനി കർമാണി, ഏതു കർമ്മങ്ങളെ, അഗ്നിഹോത്രാദി കർമ്മങ്ങളെ, അപശ്യൻ, കണ്ടുവോ, തയേതത് സത്യം, അത് സത്യമാകുന്നു, താനി, അവ, വേദവിഹിതങ്ങളും ഋഷിദൃഷ്ടങ്ങളുമായ ആ കർമ്മങ്ങൾ, ത്രേതായാം, ത്രേതയിൽ, അഗ്നിത്രയത്തിൽ, ബഹുധ, പല പ്രകാരത്തിൽ, സന്തതാനി, സന്തതങ്ങളായിരിക്കുന്നു, നടപ്പായിരിക്കുന്നു. യൂയം, നിങ്ങൾ, സത്യകാമാ, സത്യകാമന്മാരായിട്ട്, സത്യത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, നിയതം, നിത്യവും, താനി, അവയെ, ആ കർമ്മങ്ങളെ, ആചരഥ, ആചരിക്കുവിൻ, അനുഷ്ഠിക്കുവിൻ, വ, നിങ്ങൾക്ക്, സുഹൃതസ്യ, സുഹൃതത്തിൻ്റെ, സ്വയം ചെയ്യുന്ന കർമ്മത്തിൻ്റെ, ലോകേ, ലോകത്തിൽ, ഫലത്തിൽ, ഫലം കിട്ടുന്നതിന്, യേഷ, ഇതാകുന്നു, പന്ഥാ, പന്ഥാവ്, വഴി, മാർഗം. ഋഗ്വേദോ യജുർവേദ ഇത്യാദി കൊണ്ട് അംഗങ്ങളോട് കൂടിയ വേദങ്ങളാണ് അപരവിദ്യ എന്ന് പറഞ്ഞ് തദ്ദൃശ്യം എന്ന് തുടങ്ങി നാമരൂപമാനം ച ജായതേ എന്ന് വരെയുള്ള ആ ഒരു ശ്ലോകം മന്ത്രം കൊണ്ട് പറഞ്ഞ പ്രകാരത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടിയ അക്ഷരത്തെ ഏത് വിദ്യ കൊണ്ടാണോ അറിയുന്നത് എന്നുള്ള വിശേഷണത്തോടുകൂടി പരവിദ്യയെയും കാണിച്ചു. ഇനി ഈ വിദ്യകളുടെ വിഷയങ്ങളായ സംസാര മോക്ഷങ്ങളെ വിവേചനം ചെയ്യുന്നതിനായിട്ട് ആരംഭിക്കുകയാണ്. അവയിൽ അപരവിദ്യയുടെ വിഷയം കർത്താവ് മുതലായ സാധനങ്ങൾ, ക്രിയകൾ, ഫലങ്ങൾ ഇവയുടെ ഭേദങ്ങളാകുന്ന രൂപത്തോടു കൂടിയതും അനാദിയും അനന്തവും ദുഃഖസ്വരൂപമായതുകൊണ്ട് ശരീരികളിൽ ഓരോരുത്തരും നിശേഷം ഉപേക്ഷിക്കേണ്ടതും ആയ സംസാരമാകുന്നു. നദീപ്രവാഹം പോലെ വിച്ഛേദം കൂടാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉപശമമാകുന്നത് മോക്ഷമാകുന്നു പരവിദ്യയുടെ വിഷയം. അത് അനാദിയും അനന്തവും അജരവും അമൃതവും അഭയവും ശുദ്ധവും പ്രസന്നവും തന്നിൽ തന്നെ, താൻ തന്നിൽ തന്നെ പ്രതിഷ്ഠനാവുക എന്ന രൂപത്തിലുള്ളതുമായ അദ്വയമായ പരമാനന്ദമാകുന്നു. ആദ്യമായി അപരവിദ്യയുടെ വിഷയപ്രദർശനത്തിനാണ് ആരംഭിക്കുന്നത്. എന്തെന്നാൽ അതറിഞ്ഞാൽ അതിൽ നിർവേദമുണ്ടാകുമല്ലോ. പരീക്ഷിലോകാൻ കർമ്മജിതാൻ, കർമ്മജന്യങ്ങളായ ലോകങ്ങളെ പരീക്ഷിച്ചിട്ട് ബ്രാഹ്മണൻ നിർവേദം, വൈരാഗ്യം പ്രാപിക്കണം ഇത്യാദി കൊണ്ട് ഈ സംഗതി പിന്നാലെ പറയും. അപരവിദ്യയുടെ വിഷയത്തെ കാണിക്കാതിരുന്നാൽ പരീക്ഷിക്കുവാൻ സാധിക്കുകയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് അതിനെ കാണിച്ചുകൊണ്ട് പറയുന്നത്. ഋഗ്വേദമെന്നും മറ്റും പേരുള്ള മന്ത്രങ്ങളിൽ ആ മന്ത്രങ്ങളാൽ പ്രകാശിക്കപ്പെട്ടിട്ടുള്ള അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ബുദ്ധിമാന്മാരായ വസിഷ്ഠാദികൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവ തീർച്ചയായും പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്നവയാകയാൽ സത്യമായിട്ടുള്ളവയാകുന്നു.
വേദവിഹിതങ്ങളും ഋഷിദൃഷ്ടങ്ങളുമായ ആ കർമ്മങ്ങൾ ഹൗത്രം, ആധ്വയവം, ഔദ്ഗാത്രം എന്നീ രൂപത്തിലുള്ള ത്രേതയിൽ കർമ്മികളാൽ, ഇതാണ് ഈ 3 അഗ്നികൾ എന്ന് പറഞ്ഞത്. ഹൗത്രം, ആധ്വയവം, ഔദ്ഗാത്രം പല വിധത്തിൽ അനുഷ്ഠിക്കപ്പെടുന്നു. ത്രേതായുഗത്തിൽ അധികം നടപ്പായിട്ടുള്ളവയാണ് ആയതുകൊണ്ട് അത് ത്രേതായുഗത്തിലെ കർമ്മങ്ങളാണ് എന്നുകൂടെ പറയാം. അതിനാൽ ശരിയായ കർമ്മഫലത്തെ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾ നിത്യവും ഇവയെ അനുഷ്ഠിക്കുവിൻ. നിങ്ങൾ താന്താങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്നതിനുള്ള വഴി ഇത് മാത്രമാണ്. വേദങ്ങളിൽ 3ലും വിധിച്ചിട്ടുള്ള അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങളാണ് തീർച്ചയായും ഫലം ലഭിക്കുന്നതിനുള്ള സാധനമെന്നാണ് ഇവിടെ പറയുന്നത്. ലോകനം ചെയ്യപ്പെടുന്നത്, ദർശിക്കപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത്, അതായത് കർമ്മഫലം. സുകൃതം എന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യുന്ന കർമ്മം. അത് സുകൃതം ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വയം നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പുണ്യമായിരിക്കും. അപ്പോൾ സുകൃതം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ലോകം എന്നുള്ളതിൻ്റെ അർത്ഥവും ഇവിടെ പറയുന്നു. ലോകനം ചെയ്യപ്പെടുന്നത്, ദർശിക്കപ്പെടുന്നതോ അനുഭവപ്പെടുന്നതോ എന്താണോ അതാണ് ലോകം. 3 തരത്തിലുള്ള അഗ്നികളെക്കുറിച്ചിട്ടും പറഞ്ഞു. അഗ്നിത്രയം എന്താണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് നമ്മൾ ദിവസവും കർമ്മങ്ങൾ ചെയ്യണം, കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്, ആ കർമ്മത്തിൻ്റെ പ്രാധാന്യം കൂടി ഈ മന്ത്രത്തിൽ പറഞ്ഞു.